ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ടംപൊരി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ആയിട്ട് പോകാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതായിട്ട് നമുക്ക് കാണാം. ഇതിനായിട്ട് ഞാൻ 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്തിട്ടുള്ള 4 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ ചെറിയ ജീരകം പാടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾവശം ഇങ്ങനെ മഞ്ഞ കളറിൽ കാണാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതൊന്ന് ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ഒക്കെ ഫുള്ളായിട്ട് പെട്ടെന്ന് മിക്സായി കിട്ടും. അതുകൊണ്ടാണ് ഇതിൽ തന്നെ ചേർത്തിട്ട് അടിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു കപ്പ് മൈദപ്പൊടിയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും പകുതിയായി ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെറും ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ ഇതിങ്ങനെ വലിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ വീഡിയോ ഫോണും കയ്യിൽ പിടിക്കൊണ്ട് എനിക്ക് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരും. നല്ലൊരു രീതിക്ക് കിട്ടും കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് നമ്മൾ മാവ് വെച്ചാലും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതൊരു നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടിയിൽ നല്ല എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഫസ്റ്റ് ഒന്ന് നനച്ചെടുക്കാം. നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ഇനി ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കിയിട്ട് കയ്യിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. കൈ നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ അങ്ങനെ ബോൾസാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കണം കേട്ടോ. ഇനി എണ്ണ മുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളിത് ചേർത്തെടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറ്റ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശം പൊടി ഇങ്ങനെ ഉണ്ടാവും, വെന്ത് കിട്ടൂല. ഇപ്പം നമ്മുടെ ഉണ്ടംപൊരി റെഡിയായി വന്നിട്ടുണ്ട്.
ഫസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രമാണ് എണ്ണയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ അടുത്തതും ചേർത്ത് കൊടുക്കാം. ഇതിന് മുകൾക്കും ഇതുപോലെ ഇങ്ങനെ എണ്ണ തൂവി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി ഉണ്ടുംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം ക്രിസ്പി ആയിട്ട് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടുംപൊരിയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊളിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.